എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ അഡ്മിഷനുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് മുതൽ നൽകാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് polyadmission.org എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ റെഗുലർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തെ സാധാരണ പോളിടെക്നിക്കിലുള്ള അഡ്മിഷനുള്ള അപേക്ഷകൾ നിങ്ങൾക്ക് നൽകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ ഓരോ രജിസ്ട്രേഷൻ്റെ ഓരോ ടൈമിൻ്റെ ആ ഒരു സമയവും കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. വൺ ടൈം രജിസ്ട്രേഷനും ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാനുള്ള ആ ഒരു ഡേറ്റും 22-ാം തീയതി മുതലാണ് ആരംഭിച്ചിട്ടുള്ളത്. ഈ ഒരു അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വൺ ടൈം ഫീ പേയ്മെൻറ്റ് രജിസ്ട്രേഷൻ ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 11/6/2024 അതായത് ജൂൺ 11-ാം തീയതിയാണ്. ഈ ഒരു ഓൺലൈനായിട്ടുള്ള ബാക്കി അപേക്ഷ പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ജൂൺ 12-ാം തീയതിയും പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് അതുപോലെ തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് ജൂൺ 19-ാം തീയതിയുമാണ്. അതുപോലെ തന്നെ ഓൺലൈനായിട്ട് വിദ്യാർത്ഥികൾക്ക് അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം കറക്ഷൻ ചെയ്യുന്നതിന് അതുപോലെ ഓപ്ഷൻസ് കറക്ഷൻ ചെയ്യുന്നതിനുള്ള സൗകര്യം നിങ്ങൾക്ക് ഈ ഒരു ജൂൺ 24-ാം തീയതി വരെയും അതുപോലെ ഫൈനൽ റാങ്ക് ലിസ്റ്റും അതുപോലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റും പ്രസിദ്ധീകരിക്കുന്നത് ജൂലൈ 1-ാം തീയതിയുമാണ്. അതിനുശേഷം വിദ്യാർത്ഥികൾ കോളേജിൽ അഡ്മിഷൻ അല്ലെങ്കിൽ റിപ്പോർട്ടിംഗ് ചെയ്യേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് അത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പ്രകാരം വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഈ ഒരു ജൂലൈ 1 മുതൽ ജൂലൈ 5-ാം തീയതി വരെയാണ്. ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ അഡ്മിഷൻ നേടേണ്ട ഡേറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുക ഈ ഒരു ജൂലൈ 10-ാം തീയതിയും. ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 17-ാം തീയതി വരെ കോളേജിൽ ജോയിൻ ചെയ്യുന്നതിനുമുള്ള സൗകര്യം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് വൈസ് കൗൺസിലിംഗ് അറ്റ് നോഡൽ പോളിടെക്നിക് കോളേജസ് അതായത് ജില്ലാതല അഡ്മിഷൻ നോഡൽ പോളിടെക്നിക്സിൽ വെച്ച് നടക്കുന്നത് ഈ ഒരു ജൂലൈ 22 മുതൽ 26-ാം തീയതി വരെയാണ്. അതുപോലെ തന്നെ ഈ ഒരു ഫസ്റ്റ് സെമസ്റ്റർ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് അതുപോലെ ഇൻഡക്ഷൻ പ്രോഗ്രാം ആരംഭിക്കുന്നത് ജൂലൈ 29-നും അതുപോലെ തന്നെ സെക്കൻഡ് സ്പോട്ട് അഡ്മിഷൻ അറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ അതായത് ഓരോ കോളേജിൽ വെച്ച് നടക്കുന്ന സെക്കൻഡ് സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തുന്നത് ഈ ഒരു 31/7/2024 മുതൽ ഈ ഒരു 6/8/2024 വരെയും തേർഡ് സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത് അതായത് തേർഡ് സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത് ഈ ഒരു ഓഗസ്റ്റ് 12 മുതൽ ഓഗസ്റ്റ് 16-ാം തീയതി വരെയാണ്. അപ്പോൾ ഓഗസ്റ്റ് മാസമാണ് ഈ ഒരു തേർഡ് സ്പോട്ട് അഡ്മിഷൻ അതായത് പോളിടെക്നിക്കുകളിൽ വെച്ച് നടക്കുക. അതിനുശേഷം അഡ്മിഷൻ അവസാനിക്കുന്നത് ഈ ഒരു 15-ാം തീയതിയാണ്. അപ്പോൾ അതായത് ഈ ഒരു സെപ്റ്റംബർ 15-നാണ് ഈ ഒരു അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ആ ഒരു ലിങ്കും മറ്റു കാര്യങ്ങളും ഇവിടെ നൽകിയിട്ടുണ്ട്. അതുപോലെ കാൻഡിഡേറ്റ് ലോഗിൻ ഡീറ്റെയിൽസും നൽകിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് പ്രോസ്പെക്ടസ് ഇവിടെ ലഭ്യമാണ്. പ്രോസ്പെക്ടസ് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു പ്രോസ്പെക്ടസിൽ കോളേജും അതുപോലെ തന്നെ മറ്റ് ഡീറ്റെയിൽസുകളും നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കറക്റ്റായിട്ട് ഈ ഒരു പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്തെടുത്ത് ഓരോ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഓരോ പോളിടെക്നിക് കോളേജുകളുടെ ലിസ്റ്റ് ആ ഒരു കോളേജിലുള്ള കോഴ്സുകൾ ഏതൊക്കെ ഇതുപോലുള്ള ഡീറ്റെയിൽസും അതുപോലെ തന്നെ എങ്ങനെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള സംബന്ധിച്ചുള്ള ആ ഒരു ഡീറ്റെയിൽസും കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് ഈ ഒരു അപേക്ഷ നൽകാൻ ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ നൽകാനുള്ള ആ ഒരു ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് അതായത് ഈ ഒരു ഫീ പേയ്മെൻറ്റ് അടക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 11-നും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഈ ഒരു ജൂൺ 12-ാം തീയതിയുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.